കൊച്ചി രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തുറ. ആ രാജഭരണകാലത്തിൻ്റെ ഒരുപാട് അവശേഷിപ്പുകൾ ഈ ചെറുനഗരത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. കെ ബാബു ഒരുപാട് കാലം ജനാധിപത്യത്തിലൂടെ ഈ നാടിനെ കാത്തു, കോട്ട പോലെ കൊണ്ടു നടന്നു. എം സ്വരാജ് വന്ന് ആ കോട്ട തകർത്തു, പക്ഷേ പിന്നീട് പിടിച്ചെടുത്തു. ഇപ്പോൾ ദീപക് ജോയിയും അഞ്ജലി നായരും കെ.എൻ. ഉണ്ണികൃഷ്ണനും എല്ലാം ചേർന്ന് വലിയ മത്സരമാണ് തൃപ്പൂണിത്തുറയിൽ കാഴ്ചവെക്കുന്നത്. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി നോക്കാം. ആർക്കാണ് മുൻതൂക്കം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കെ ബാബുവാണ് ഇവിടെ കോൺഗ്രസിന്റെ കരുത്ത്. ബാബുവിന് അനുകൂലമായ ജാതി സമവാക്യം ദീപക്കിനും സഹായമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ എനിക്ക് കോൺഗ്രസ്സുകാരനാണെങ്കിലും ബാബുവിനെ കൊണ്ട് എനിക്ക് അത്ര ഇതല്ല. കാരണം വെച്ചാൽ പുള്ളിയുടെ വീട്ടിലെ ഒരു കാര്യത്തിന് പോയിട്ടും പുള്ളി മൈൻഡ് ചെയ്യാതെ നടന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞാനത്ര ഇതില്ല. ഞാനിപ്പോൾ വോട്ട് ചെയ്യണമെങ്കിലും ഞാൻ എൻ്റെ വ്യക്തിഗത വോട്ട് ചെയ്യും. നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ കുടുംബാംഗം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നു. കെ ബാബു തന്നെ മത്സരിച്ചിട്ടും ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞിടത്ത് പുതിയൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ UDF ക്യാമ്പ് യഥാർത്ഥത്തിൽ ആശങ്കയിലാണ്. പക്ഷേ കോൺഗ്രസ് അനുകൂലികൾ പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. പ്രിയമുള്ള സമ്മതിദായകരെ, ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ചേട്ടൻ വോട്ട് ചെയ്യാൻ പോകില്ലേ? വോട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഒരു നിലപാടുണ്ടാവില്ല, ആർക്ക് ചെയ്യണം? കഴിക്കേ ചെയ്യുള്ളൂ. ജയിക്കോ? ജയിക്കാൻ ചാൻസ് ഉണ്ട്. ദീപക് ജോയ് നല്ല സ്ഥാനാർത്ഥിയാ? അതെ. ആണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലെത്തുവാൻ സഖാവ് കെ.എൻ. ഉണ്ണികൃഷ്ണന് നമ്മുടെ പൊന്നടയാളമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പിടിച്ചെടുത്ത നഗരസഭയാണ് തൃപ്പൂണിത്തുറ. വലിയ മുന്നേറ്റമുണ്ടാക്കി. ആ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇവിടെ. നഗരസഭ ഭരിക്കുന്ന BJP എന്തുകൊണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. CPM-ഉമായുള്ള ഡീലാണ് സീറ്റ് 2020 കൊടുക്കാൻ കാരണമെന്ന് ഇവർ വാദിക്കുന്നുമുണ്ട്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന വിലയിരുത്തലും തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾക്കിടയിൽ സജീവം. അതായത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിൽ കുറെ ആൾക്കാർ BJP-യിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, മൊത്തം പോയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ പോകുന്ന സാധ്യത LDF തന്നെയാണ് കാണുന്നത്. അത് കൂടുതൽ ആൾക്കാർ എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ പുറകോട്ട് പോകാൻ കാരണം ഇതാ, കംപ്ലീറ്റ് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഇതാണ്. കഴിഞ്ഞ 2 തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം വെച്ച് CPM വിലയിരുത്തുന്നത് മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ അടിത്തറ അതിശക്തമെന്നാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളിലാണ് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതേ സ്ഥിതി ഈ തിരഞ്ഞെടുപ്പിലും തുടർന്നാൽ വിജയം ഉറപ്പെന്ന് ഇടത് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. സീറ്റ് സഖ്യകക്ഷിക്ക് കൊടുത്തു എന്നറിഞ്ഞതോടെ നിരാശപ്പെട്ട BJP-ക്കാർ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ അഞ്ജലി നായർക്കൊപ്പമുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പേരല്ല, ജാതി കൂടി ചേർത്ത പേരാണ് ബാലറ്റിൽ വേണ്ടത് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി വരെ പോയ NDA മണ്ഡലത്തിലെ മുന്നാക്ക വോട്ടുകളിൽ കണ്ണുവെക്കുകയാണ്. സെലിബ്രിറ്റി എന്ന പരിഗണനയിൽ ലഭിക്കുന്ന വോട്ടുകൾ ഏത് പ്രധാന മുന്നണിയിൽ നിന്നാണ് അഞ്ജലിയിൽ എത്തുക എന്നത് തൃപ്പൂണിത്തുറയുടെ വിധി നിശ്ചയിക്കും. ബിനു തോമസിനൊപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.